ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഞങ്ങളൊരു 9:30-10 മണിയായപ്പോൾ ഞങ്ങൾ മൂന്നാളും ഒരുമിച്ചാണ് ഗൈസ് നീറ്റത്. സാപ്പിയുള്ള ദിവസം ഞങ്ങൾ 3 പേരും ഒരുമിച്ച് നീക്കൂട്ടാ. കാരണം നേരത്തെ നീറ്റിട്ട് നമുക്ക് വലിയ പണിയൊന്നുമില്ല. ഫസ്റ്റ് ആംബ്രു ആണ് കേട്ടോ എണീക്കുക. ആംബ്രു നീറ്റിട്ട് ഫസ്റ്റ് സാപ്പിനെ നീപ്പിക്കും, പിന്നിട്ട് എന്നെ നീപ്പിക്കും കേട്ടോ. അപ്പോൾ ആംബ്രു നീറ്റാൽ തന്നെ ഞാൻ ഇങ്ങനെ ചെറിയൊരു കണ്ണുകൊണ്ടൊക്കെ നോക്കും എന്താ ചെയ്യണമെന്ന്. ഇപ്പോൾ രാവിലെയൊക്കെ നീറ്റ് നമ്മൾ ഉമ്മയൊക്കെ ചോദിച്ചാൽ ഉമ്മയൊക്കെ തന്നിട്ടാണ് കേട്ടോ ഞങ്ങളുടെ ഒരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഗൈസ് രാവിലെ ഞങ്ങൾ എണീക്കുന്ന ഒരു രംഗം. അപ്പോൾ അങ്ങനെ ഉമ്മയൊക്കെ ചോദിച്ച് ഉമ്മ കൊടുത്തും വാങ്ങിയും ഞങ്ങൾ ഈ ഒരു സമയം തള്ളി നിൽക്കും. അതിന് ശേഷം നീറ്റിട്ട് ആംബ്രുവിനെ വാക്കറിൽ ഇരുത്തുട്ടാം. വാക്കറിൽ എത്തിയിട്ട് സ്വാഭാവികമായിട്ട് ഞാൻ പറയണ്ട, ഇത് മുന്നത്തെ വ്ളോഗാണ്. കാരണം വാക്കറിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ വാക്കറൊക്കെ എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. ഇപ്പോൾ ആംബ്രു നടക്കൽ തുടങ്ങി. റൂമിൽ നിന്ന് ഞങ്ങൾ എണീക്കണ സൗണ്ട് കേട്ടപ്പോൾ ഉമ്മ ആംബ്രുവിനുള്ള കുറുക്കൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് പുട്ടാണ്. പുട്ടും അതുപോലെ ഈ ഒരു പാത്രത്തിൽ ഞാൻ നോക്കിയപ്പോൾ അതിൽ കരിഞ്ഞ എന്തോ ഒരു സാധനമായിരുന്നു ഗൈസ്. കരിഞ്ഞ എണ്ണയായിരുന്നു മീൻ പൊരിച്ചതിൻ്റെ. മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുട്ട് മീൻ കറിയുടെ കൂടെ കഴിക്കലാണ് ഇവിടെ കൂടുതൽ സാപ്പിക്ക് ഇഷ്ടം. അങ്ങനെ ഉമ്മാനോടൊക്കെ നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഇനി നമ്മൾ ചായ കുടിക്കുന്ന ആ ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ. ഞാനിതിൻ്റെ ഇടയിൽ വേഗം പോയിട്ട് ഞാൻ ബ്രഷ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ആംബ്രുവിൻ്റെ ഉള്ള പാപ്പുവിന് വെയിറ്റ് ചെയ്യാണ്. ഉമ്മ അവിടെ ചൂടാറ്റിയാണ് കേട്ടോ. ചൂടാറ്റിയിട്ട് നമ്മൾ ഇതാ കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിക്കും. കാരണം നല്ല ലേറ്റ് ആയിട്ടാണല്ലോ എണീറ്റിരിക്കണം. അപ്പോൾ ആംബ്രുവിൻ്റെ ഫുഡ് കഴിക്കണ വരെ എനിക്ക് ഒരു വിശപ്പടക്കാനുള്ളത് ഉണ്ടാവില്ല. ആ ഒരു ഗ്ലാസ് ചായ കുടിച്ച ഞാൻ ഓക്കെ കൂട്ടാ. കാരണം ആംബ്രുവിന് ഫുഡ് കൊടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. കണ്ടില്ലേ, വായ തുറക്കാണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അത്യാവശ്യം സമയം പോണോണ്ട് തന്നെ ഞാൻ ഈ ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ ഓക്കെയാണ് ഗൈസ്. ഇനി അടുത്തത് നമുക്ക് ചായ കുടിക്കാം. അപ്പോൾ സാപ്പി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ആംബ്രുവിന് ഫുഡ് കൊടുക്കായിരുന്നു. അപ്പോൾ സാപ്പി ഇരുന്ന് ഫുഡ് കഴിക്കൽ തുടങ്ങി. അപ്പോൾ പുട്ടും മീൻകറിയാണ് കേട്ടോ. സാപ്പിക്ക് മീൻകറി എല്ലാത്തിലേക്കും പോവും. അപ്പോൾ അതാണ് നമ്മൾ പുട്ടും മീൻകറിയും കഴിക്കണത്. പിന്നെ അതാ ഞാനും കഴിക്കുകയാണ് കേട്ടോ. ഞാൻ ഇന്നലെ പൊറോട്ട ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പൊറോട്ടയും മീൻകറിയാണ് കഴിക്കണത് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് പിറ്റേ ദിവസം ആവി കയറ്റി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് ഗൈസ് ഞങ്ങളുടെ രാവിലത്തെ ആ ഒരു പരിപാടി. പിന്നെ നമ്മൾ കിടക്കും, വീണ്ടും കളിക്കും. ഈ ഒരു ടൈമിൽ നല്ല ചൂടായിരുന്നു, മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും റൂമിലേക്ക് വരും. എന്നിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് കളിക്കൂട്ടോ ആംബ്രുവിൻ്റെ കൂടെ. അപ്പോൾ ഞാനിതാ ഈ ഒരു സൈഡിൽ ഞാൻ കിടക്കുന്നുണ്ട്. അങ്ങനെ ആംബ്രുവിൻ്റെ കളിയൊക്കെ കണ്ട് കുറച്ച് നേരം കിടക്കും ഗൈസ്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് കടക്കാം. ഹലോ ഗൈസ്, എങ്ങനെയുണ്ട് എൻ്റെ പുതിയ ഹെയർ സ്റ്റൈല്? ഇതൊക്കെ തന്നെ ആവണ ഹെയർ സ്റ്റൈലുകളാണ് കേട്ടോ. രാവിലത്തെ ആ ഒരു യുദ്ധത്തിൽ ആവണ ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. മുടിയൊക്കെ ഫ്രണ്ടത്തെ കണ്ടോ ചുരുണ്ട് പോകും നമ്മുടെ. അപ്പോൾ രാവിലത്തെ ആംബ്രുവിൻ്റെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവനെ സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ചായ കുടിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ സ്കിൻ കെയറിലേക്ക് വരുന്നത്. ഞാൻ ആദ്യമൊക്കെ എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ലേറ്റ് ആയാലും ഇനി രാത്രി ചെയ്യാം, അല്ലെങ്കിൽ ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കാറില്ല. അവൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഞാൻ ഇതിനായിട്ടൊരു 5 മിനിറ്റ് മതി നമുക്ക് ഇത് ചെയ്യാൻ. അപ്പോൾ ആ ഒരു 5 മിനിറ്റ് ഞാൻ കണ്ടുപിടിക്കും. ഇപ്പോൾ വ്ളോഗ് എടുക്കണ കാരണമാണ് ഇത്രയും ടൈം പോണത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സടപടയെന്ന് അങ്ങനെ ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സംസാരിച്ച് നിന്ന് നമ്മളിങ്ങനെ സംസാരിച്ച് നിൽക്കും. അല്ലാണ്ട് വേറെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ്, ഡേ ഇൻ മൈ ലൈഫാണ്. അതിനെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് 2 വാക്ക് പറയും. അതിനെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരേപോലെ അല്ല കേട്ടോ. ഇന്നിപ്പോൾ സാപ്പിയുള്ള ഒരു ദിവസം ഞാൻ വിചാരിച്ചു ഷൂട്ട് ചെയ്യാൻ. ഞാൻ പറഞ്ഞില്ലേ, ഒറ്റയ്ക്കാവുമ്പോൾ പല കാര്യങ്ങളും മിസ്സായി പോവുകയാണ്. അപ്പോൾ സാപ്പി ഉണ്ടാവുമ്പോൾ ആ ഒരു കാര്യങ്ങളും കാണിച്ചു തരാം. പിന്നെ ഞങ്ങളെല്ലാവരും ഉള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ വിചാരിച്ചു. അപ്പോൾ ഇന്നെങ്ങനെയാണോ നടക്കുന്നത് അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ എന്തൊക്കെയാണ് സ്കിൻ കെയർ റുട്ടീനിൽ ചെയ്യണതെന്ന് കാണിച്ചു തരാം. ആദ്യം ഞാൻ പോയിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തതാണ് കേട്ടോ. ഇപ്പം തന്നെ ഫേസ് നല്ല ഡ്രൈ ആയി, കുറച്ച് ലേറ്റ് ആയി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഫുള്ളായിട്ട് തുടച്ച് കളയരുത് കേട്ടോ. നമ്മളൊരു നനവ് അതിൽ വെക്കണം. മോയ്സ്ചറൈസറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഫസ്റ്റ് ടോണറാണ് കേട്ടോ യൂസ് ചെയ്യണത്. സെറ്റഫിലിൻ്റെ ക്ലെൻസറാണ് യൂസ് ചെയ്തിരിക്കണത്. അതുകൊണ്ട് ഞാൻ ടോണർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫേസ് ഒന്ന് തുടച്ചിട്ട് വരാം. ഞാനപ്പോൾ യൂസ് ചെയ്യണ ടോണർ പ്ലമ്മിൻ്റെ ആണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഒന്നും പറയാനായിട്ടില്ല. ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയട്ടെ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ കയ്യിലേക്ക് എടുക്കണം. മറ്റേ ടോണർ ആവുമ്പോൾ നമുക്ക് സ്പ്രേ ചെയ്താൽ മതി. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഇട്ടിട്ടൊന്നും അടിക്കരുത്, ജസ്റ്റ് ഒന്ന് ഫേസിൽ മൊത്തം ഇങ്ങനെ ആക്കി കൊടുക്കുക.
നമുക്ക് ഇനി അടുത്തത് മോയ്സ്ചറൈസർ ഇടുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ലിപ് ബാം ഇടാം. എനിക്ക് ഭയങ്കരമായിട്ട് ലിപ്പ് ഡ്രൈ ആവുന്നുണ്ട്. പിന്നെ ഞാൻ കുറേ ക്യാമറയിൽ നോക്കും, കുറേ എൻ്റെ ഫേസിൽ നോക്കും. അതായത് എന്തെങ്കിലും എവിടെയെങ്കിലും ഇരിക്കട്ടോ നോക്കുകയാണ് കേട്ടോ. അതാണ് കണ്ണൊക്കെ അങ്ങോട്ടും കൂടെ ആവണത്. അപ്പം നമുക്ക് ലിപ് ബാം എടുക്കാം. ഇപ്പം ഞാൻ യൂസ് ചെയ്യണ ലിപ് ബാം ഡോട്ട് ആൻഡ് ഗീയുടെ ആണ് കേട്ടോ. എനിക്കിത് യൂസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ലിപ് ബാമാണ്. അപ്പോൾ ശരിക്കുള്ള റിവ്യൂ ഞാൻ പറയാം. നോക്കാം. മണം വേറൊരു തരം മണമാണ് ഗൈസ്, അത്ര നല്ല മണമാണ് കേട്ടോ. അടുത്ത ഞാൻ യൂസ് ചെയ്യണത് മിനിമലിസ്റ്റിൻ്റെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഞാനിത് നിങ്ങൾ അൺബോക്സിങ് വ്ളോഗിലല്ല, ഞാൻ കുറച്ച് പുതിയ പ്രൊഡക്റ്റുകൾ കഴിഞ്ഞപ്പോൾ വാങ്ങിച്ചതാണ്. കാരണം ഇപ്പോൾ ഒരേ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഇതില്ല ഗൈസ്. ഞാനൊന്ന് പ്രൊഡക്റ്റുകൾ മാറ്റി പിടിച്ചാണ് കേട്ടോ. എല്ലാം ഞാൻ കുറച്ചേശാണ് കേട്ടോ യൂസ് ചെയ്യണത്. കാരണം സ്കിന്നിൽ ഒറ്റയടിക്ക് അങ്ങോട്ട് ചെയ്യരുത്, അത് നിങ്ങളുടെ സ്കിന്നിന് തന്നെയാണ് ബുദ്ധിമുട്ട്. അടുത്ത ഞാൻ സൺസ്ക്രീനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് ഫ്രീ കിട്ടിയതാണ്. ഞാൻ ഡോക്ടർ ഷെറ്റ്സിൻ്റെ സൺസ്ക്രീൻ വാങ്ങിച്ചപ്പോൾ അതിലുള്ള ചെറിയ ട്യൂബ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാണ് ഇടണത് ഫസ്റ്റ്. മറ്റേത് ആ റൂമിലാണ്, ഞാൻ അതെടുക്കാൻ വേണ്ടി പോകണ്ടേ. ആംബ്രൂവിൻ്റെ ശബ്ദം ഇങ്ങനെ ഹാളിൽ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇരുന്ന് കളിക്കുകയാണ്. ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് ഇപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വേണം അവനെ കൊണ്ടുവന്ന് ഇവിടെ ബെഡിലിടാൻ. കാരണം ഭയങ്കര ചൂടാണ്. നമ്മൾ ഫാനൊന്നും ഇട്ടിട്ട് ഒരു കാര്യമില്ല, അത്രയ്ക്ക് ചൂടാണ്. അപ്പം എൻ്റെ സ്കിൻ കെയർ റുട്ടീന് കഴിഞ്ഞേക്കാണ് കേട്ടോ. ഇപ്പം എനിക്ക് കുറച്ച് സമാധാനം ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ആ ഒരു ഫേസിലത്തെ വലിച്ചലും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഹെയർ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല കേട്ടോ. ഹെയർ മേലേക്ക് പിടിച്ച് കെട്ടിക്കാണ്. ഇന്നലെ ഞാൻ ഷാമ്പു ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഹെയർ ഇങ്ങനെ പളപളാന്നിരിക്കണത്. ഇനി നമ്മൾ അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണോ വീട്ടിൽ ഇനി പണിയുള്ളത് അത് വേഗം ചെയ്ത് തീർക്കുക, വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കാണ്ട്. അപ്പോൾ സാപ്പി ഉള്ളതുകൊണ്ട് പിന്നെ സമാധാനം ഉണ്ട്. അവൻ ആംബ്രു സാപ്പിയുടെ അടുത്തിരുന്നോളും. അപ്പോൾ ഇനി അടുത്ത കാര്യങ്ങൾ എന്താ നോക്കിയിട്ട് എനിക്ക് അടുത്തത് ഇന്നത് ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിങ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും അടുത്ത പരിപാടി നോക്കാം കേട്ടോ. അകത്ത് വന്ന് നോക്കിയപ്പോൾ ആംബ്രും സാപ്പിയും നല്ല കളിയാണ് കേട്ടോ. അപ്പോൾ കുറച്ചു നേരം ഇങ്ങനെ പോവും. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് കേട്ടോ ഞാൻ ബാക്കി പണികളൊക്കെ ചെയ്യുക. അപ്പോൾ ഈ ഒരു സമയം ആംബ്രും സാപ്പിയും കളിക്കണ ആ ഒരു സമയമാണ് കേട്ടോ. സാപ്പി ഇല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാനായിരിക്കും അല്ലെങ്കിൽ ഉമ്മയായിരിക്കും. അപ്പോൾ ഇരുന്ന് കളിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എന്തായാലും ഒരു ചട്ടകും ചട്ടിയൊക്കെ നിങ്ങൾക്ക് കാണാം. കാരണം നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന ടോയ്സിനേക്കാളും കൂടുതൽ ആംബ്രുവിന് ഇഷ്ടം വീട്ടിലുള്ള ചട്ടിയും പാത്രമാണ് ഗൈസ്. അപ്പോൾ അതാണ് കേട്ടോ ചട്ടകൊക്കെ ഇവിടെ. അതിൻ്റെ ഇടയിൽ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. നല്ല ചൂടായിരുന്നു ആ സമയത്തൊക്കെ. വെള്ളം അമ്മാതിരി കുടിയായിരുന്നു. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളം കൂടി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ആ ഒരു കപ്പ് മുഴുവൻ വെള്ളം ഞാൻ കുടിച്ചു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് പാത്രം കഴുകലാണ്. കുറച്ച് പാത്രം ഉണ്ടായിരുന്നുള്ളൂ, ഉമ്മ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചായ കുടിച്ച ആ ഒരു പാത്രമാണ്. അപ്പോൾ ഞാൻ അത് കഴുകി വെക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മ ചോറ് വെക്കണ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പാത്രം കഴുകി വന്നപ്പോഴത്തേനും ആംബ്രുവിന് ഉറക്കം വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ആംബ്രുവിന് പാല് കൊടുത്ത് ഉറക്കിട്ടോ. ബനി ഇടാത്ത കാരണമാണ് ഇത്രയും പുതച്ചു കൊടുക്കുന്നത്. സാധാരണ ഉണ്ണികൾക്ക് ഇങ്ങനെ കയറ്റി പുതപ്പിക്കാൻ പാടില്ല കേട്ടോ. തൊട്ടപ്പുറത്ത് സാപ്പി എടുക്കേണ്ടത്, അതാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പുതച്ച് എടുത്തിയത്. ഇനിയപ്പോൾ ആംബ്രു എണീക്കുമ്പോഴത്തേനും ഞാൻ വേഗം അടിച്ചു വാരി തുടയ്ക്കണം, എന്നാലാണ് എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പം ഞാനിതാ വേഗം അടിച്ചു വാരിയാണ് കേട്ടോ. എന്താല്ലേ ക്യാമറ അവിടെ കൊണ്ടുപോയി വെച്ച് അവിടെ നിന്ന് അടിച്ചു വാരി വരും. എനിക്ക് സാധാരണ ഇത് ഓഫാക്കുമ്പോൾ ചിരി വരും കേട്ടോ. ഈ ഒരു ടൈം പാപ്പു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പം നമ്മുടെ കൂടെ ഇല്ല കേട്ടോ. അപ്പം അന്ന് പാപ്പുവിനെ കുളിപ്പിച്ച് കൊണ്ടുവന്ന് നിർത്തിയേക്കായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. ഞാനിത് ഇടണില്ല വിചാരിച്ചത്, പക്ഷേ ഓരോ വ്ളോഗ് നമുക്കൊരു ഓർമ്മയല്ലേ. അപ്പം ഞാൻ അതിൽ കിടന്നോട്ട് വെച്ചിട്ടാണ് പാപ്പുവിനും ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്ത് കിട്ടാം. പിന്നെ ഞാൻ വേഗം തുടച്ചു. അങ്ങനെ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. സാപ്പി ഉള്ള കാരണമാണ് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞത്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല നേരം വൈകിട്ടാവും കഴിയുക. കാരണം ഇപ്പോൾ ആംബ്രുവിനെ നോക്കാൻ സാപ്പി ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഉമ്മയുടെയും പണികളൊക്കെ ഒരുമിച്ചാണ് കേട്ടോ കഴിഞ്ഞത്. ഉമ്മ അതാ സാമ്പാർ വെച്ചിട്ടുണ്ട് ചോറിന്, അതുപോലെ മീൻ പൊരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആംബ്രുവിനുള്ള കഷ്ണങ്ങൾ നമ്മളിങ്ങനെ മാറ്റി വയ്ക്കും സാമ്പാറൊക്കെ വേവിക്കുമ്പോൾ. കാരണം എരിവ് ഇടണേറ്റ് മുന്നേ നമ്മളിങ്ങനെ വേവിച്ചിട്ട് മാറ്റി വയ്ക്കും കേട്ടോ. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയണത് ഈ മിക്സർ നമ്മളൊരു കുപ്പിയിലാക്കി വെക്കലാണ്. അപ്പോൾ അതും കൂടി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞു. ഞാൻ ഇന്നത്തെ ഈ ഒരു ദിവസം
എല്ലാം എടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഇങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങൾ വരെ ഞാൻ എടുക്കണത്. അപ്പോൾ സാപ്പിയും കുട്ടാപ്പും ഇതാ അവിടെ ഇരുന്നിട്ട് ചോറ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ ആംബ്രൂവിന് ചോറ് കൊടുക്കാൻ പോവാണ് കേട്ടോ. സാമ്പാറൊക്കെ വെച്ചിട്ട് ഉടച്ച് ഒരു ചെറിയ കഷ്ണം പപ്പടമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കഞ്ഞിവെള്ളമാണ് കൊടുക്കണത്. അപ്പോൾ ഇനി നമുക്ക് ആംബ്രൂവിന് ചോറ് കൊടുക്കാം. അപ്പോൾ ചില സമയത്ത് അവൻ കൈ കൊണ്ട് കൊടുത്ത് കഴിക്കും, ചില സമയത്ത് അവനക്ക് ടീസ്പൂൺ തന്നെ വേണം കേട്ടോ. കൈ കൊണ്ടുവന്ന് അവൻ വായ തുറക്കുകയില്ല. അപ്പോൾ ഞാൻ ടീസ്പൂണിൽ ഇങ്ങനെ കുറച്ചേശ്ശെ കൊടുക്കട്ടെ. ഓരോ ദിവസം ഓരോ ശീലം, അല്ലാണ്ട് ഇപ്പം എന്താ പറയുക. അപ്പോൾ എങ്ങനെയാണോ കഴിക്കുക അങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചു. ആ ഒരു പപ്പടം ഫുള്ള് കൊടുക്കില്ല കേട്ടോ, കാരണം ഒരു പൊട്ടാഷ്യാണ് കൊടുക്കുള്ളൂ. ഇതിപ്പോൾ സാപ്പിയും കുട്ടാപ്പും അവിടെ ചോറിന് കാരണം അവൻ എന്തായാലും പപ്പടം ചോദിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അടുത്ത് വെച്ചത്. അങ്ങനെ ഇനി നമുക്ക് ചോറ് തിന്നിട്ട് വരാം ഗൈസ്. അങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നല്ലൊരു കുളി പാസ്സാക്കിയിട്ടുണ്ട്. നല്ല ഓയിലൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കുളിച്ചേക്കണത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇനി ഒരു ചെറിയ സ്കിൻ കെയറിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഹെയർ ഇങ്ങനെ ഒരു ക്ലിപ്പ് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫേസിലേക്ക് കുറച്ച് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. നേരത്തെ യൂസ് ചെയ്തത് തന്നെയാണ്, മിനിമലിസ്റ്റിൻ്റെ തന്നെയാണ്. പിന്നെ കുളി കഴിഞ്ഞിട്ട് നമ്മൾ വലിയ കാര്യത്തിലുള്ള സ്കിൻ കെയർ ഒന്നും ചെയ്യില്ല കേട്ടോ. സിമ്പിളാണ്. ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക, പിന്നെ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുക, ലിപ് ബാം ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ 2 പേര് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ആംബ്രൂവിന് ഞാൻ എൻ്റെ റിംഗ് ലൈറ്റിൻ്റെ സ്റ്റാൻഡോ അങ്ങനെ എന്തെങ്കിലും കണ്ട പിന്നെ പ്രാന്താണ് കേട്ടോ, എൻ്റെ അടുത്തുനിന്ന് പോവില്ല. പിന്നെ ഫേസിൽ മോയ്സ്ചറൈസർ സെറ്റായപ്പോൾ ഇനി നമുക്ക് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഡോക്ടർ ഷെത്തിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് കേട്ടോ ഇത്. കുറച്ച് പൈസ ഉണ്ട്, പക്ഷെ എന്നാലും അടിപൊളി സൺസ്ക്രീനാണ്. പിന്നെ ഞാൻ കുറച്ച് ലിപ് ബാം ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, കാരണം വീഡിയോ എടുക്കണതല്ലേ. അപ്പോൾ ഒന്ന് ഫേസ് ബ്രൈറ്റ് ആയി തന്നോട്ട് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കണത്. ഇത് ഗുഡ് വൈബ്സിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു സ്കിൻ കെയർ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഫേസിലൊരു വെളിച്ചമൊക്കെ വന്നില്ലേ, കുറച്ച് ഗ്ലോയൊക്കെ വന്നില്ലേ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ആംബ്രൂ എൻ്റെ ഒരു സ്റ്റാൻഡ് വെച്ചാൽ തട്ടിയിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഫോണ് നിലത്ത് വീണില്ല. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ ഇവിടെ കഴിഞ്ഞേക്കാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാ ആംബ്രൂവിൻ്റെ കുളിയൊക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞു കേട്ടോ. ഞാൻ കുളിക്കണതൊന്നും എടുത്തിട്ടില്ല. ആംബ്രൂവിന് പാട്ട് വെച്ച് കൊടുത്തിട്ട് ഇവിടെ ഇരുത്തിയേക്കാണ്. അപ്പോൾ ഇനി നമുക്ക് ചായ കുടിക്കാം. സാധാരണ ഞങ്ങൾ ഈ സമയത്തല്ല കേട്ടോ ചായ കുടിക്കാം. ഞങ്ങളൊരു 6 മണി 7 മണി സമയത്താണ് ചായ കുടിക്കുക. ഇന്നിപ്പോൾ എല്ലാം നേരത്തെ കഴിഞ്ഞുകൊണ്ടാണ് ഈ സമയത്ത് ചായ കുടിക്കണം. അപ്പോൾ സാപ്പി കറുത്തലിവ് ഒരു ടേസ്റ്റ് ഇല്ല പറയാണ് കേട്ടോ. സാധാരണ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്, പക്ഷേ ഈ ഒരു അലുവ തീരെ ടേസ്റ്റ് ഇല്ല കേട്ടോ. അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ആംബ്രൂവിനെ ഇതാ ഒരുക്കി സാപ്പി താഴത്ത് കൊണ്ടുപോവാണ് കേട്ടോ, അമ്പലത്തിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ സാപ്പി ആംബ്രൂവും അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോയി. സമയം 7 മണി ആയിട്ടുണ്ട്. ആംബ്രൂവും സാപ്പി ഇതുവരെ വന്നിട്ടില്ല. അവർ പോയ സമയത്ത് ഞാൻ വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ. ചില ദിവസങ്ങളിൽ വോയിസ് കൊടുക്കും, ചില സമയത്ത് കിടന്ന് വീഡിയോ കാണും, അങ്ങനെയൊക്കെയാണ് സമയം കളയാറ്. ഇന്നിപ്പോൾ വർത്താനം പറഞ്ഞിട്ട് ഞാൻ സമയം കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു വന്നിട്ട് മുന്നേ ഒരു ഷോർട്സിനായിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പം ഞാനത് വീഡിയോ എടുക്കട്ടെ. വോയിസ് കൊടുക്കാൻ ചിലപ്പോൾ ഈ സമയം കിട്ടില്ല. അപ്പോൾ വേഗം ഒരു വീഡിയോ എടുക്കും. ഗൈസ്, നിങ്ങളാരും ഉമ്മാനെ കണ്ടില്ല എന്ന് പറയരുത്. ഞാൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഉമ്മയായി ഞാൻ വീഡിയോ എടുക്കാൻ പോവാന്ന് പറഞ്ഞിങ്ങോട്ട് കയറുമ്പത്തിനും 2 ആൾക്കാർ വന്നു ഗൈസ്. ഓ നിങ്ങടൊക്കെ ഹായ് ഹായ് പെൻഡേട്ടാ ശരിയാക്കി തരാടി നിന്നെ. ഇതെന്താ എന്റെ പപ്പ ഇത്? അപ്പോൾ ഇനി നമ്മുടെ പരിപാടി ഇതാ ഇങ്ങനെ ഇരുന്ന് കളിക്കലാണ് ആംബ്രു ഉറങ്ങണ വരെ. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞ് നമ്മൾ ആംബ്രുവിനെ കുളിപ്പിച്ചിട്ട് പാപ്പ് കൊടുത്തിട്ട് നമ്മൾ ഉറക്കി കഴിഞ്ഞ് ഞാനും സാപ്പിയും ഒരു സ്ഥലം വരെ പോകണ്ടിട്ട് അത് നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഇരുന്ന് കളിക്കുകയാണ് ഗൈസ്. ആംബ്രുവിന് രാത്രി കോറയാണ് കേട്ടോ കൊടുക്കുക, കാരണം വേറെ ഒന്നും കൊടുക്കില്ല. നമ്മൾ രാവിലെ നമ്മൾ പുട്ടായ കാരണമാണ് കുറുക്ക് കൊടുത്തത്. അപ്പോൾ ഇതാ ഉമ്മ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കുറുക്ക്. ആംബ്രൂവിന് കുറുക്കൊക്കെ കൊടുത്ത് ആംബ്രു ഉറങ്ങിയതിന് ശേഷം നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഫുഡ് കഴിക്കാൻ പോണ ആ ഒരു ത്രില്ല് ഞാൻ ആംബ്രു ഉറങ്ങിയതൊന്നും വീഡിയോ എടുക്കാൻ മറന്നു ഗൈസ്. അങ്ങനെ നമ്മളിത് തൊട്ടടുത്തെന്നല്ലേ, തൊട്ടിങ്ങോട്ട് കുറച്ച് നീങ്ങിയിട്ടൊരു കട പുതിയത് വന്നിട്ടുണ്ട് വാഴക്കോട്. അപ്പോൾ അവിടെ നമ്മൾ ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. അപ്പോൾ കുറേ നേരമായി ഓർഡർ ചെയ്തിട്ട് സാധനം വരാം അല്ലേ, എൻ്റെ വിശപ്പൊക്കെ അങ്ങേ തലയായിട്ട്. അപ്പോൾ അതാണ് ഞാൻ സാപ്പിനോട് ഇരുന്ന് പറയണത് കേട്ടോ. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു, എന്നിട്ടും വരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ജുനൈദ് ഖാനെ വിളിച്ചു. ഞങ്ങൾക്ക് 2 ആൾക്ക് ഇരുന്ന് ബോറടിച്ചു. അപ്പം നമ്മൾ ജുനൈദ് ഖാനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ മെയിനായിട്ട് ഒരു ബക്കറ്റിൽ ചിക്കൻ കാണാൻ വേണ്ടിയിട്ടാണ് അത് ഓർഡർ ചെയ്തത്. അപ്പോൾ ബക്കറ്റ് പോയിട്ട് ഇതാ ഈ ഒരു കടലാസ് പെട്ടിയിലാണ്
ബക്കറ്റാണ് ഗൈസ് കിട്ടിയത്. ബക്കറ്റ് കഴിഞ്ഞു പോയി ഇത്ര. അപ്പോൾ ഇനി നമുക്ക് അത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി എന്തെങ്കിലും ടേസ്റ്റ് ചെയ്യാം. ഇത് പുതിയ ഷോപ്പാണ്, തുറന്നിട്ട് കുറച്ച് ദിവസം കൂടെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴാണ് നമ്മൾ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റാഫൊക്കെ കുറവായിരുന്നു, അതാണ് കേട്ടോ ലേറ്റ് ആവാൻ കാരണം. അപ്പോൾ ഇനി നമ്മൾ സോസ് പൊട്ടിച്ചൊഴിക്കുകയാണ്. ചിക്കൻ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാലും ഗംഭീര ടേസ്റ്റ് എന്നൊന്നും പറയാനൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ, കഴിക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ സാപ്പി കഴിച്ചപ്പോഴും കുഴപ്പമില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ജുനൈദക്ക് വന്നത്. ജുനൈദക്ക് വന്നപ്പോൾ നമ്മൾ 3 ആളും കൂടിയിട്ട് ആ ചിക്കൻ മൊത്തം ഫുള്ള് കഴിച്ചു ഗൈസ്. എന്നിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ടാ. ഹേ ഗൈസ്, അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ആമ്പർ ഉറങ്ങ തന്നെയാണ് കേട്ടോ, അവൻ നീറ്റിട്ടൊന്നുമില്ല. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. ഇനി ഞാൻ കുളിക്കുക, കിടക്കുക. ചിലപ്പോൾ മൂടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് വീഡിയോ എഡിറ്റ് ചെയ്യായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമ്മുടെ വ്ളോഗ് ഇവിടെ കഴിയാൻ പോവുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.